everyone, welcome back to my channel. So, ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ ചാനലിൽ മിക്ക വീഡിയോസും ബോട്ടിൽ ആർട്ടാണ് എന്താണെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് റിക്വസ്റ്റ് കിട്ടുന്നത് നമുക്ക് ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൾട്ടർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബോട്ടിൽ ആർട്ടൊന്നുമല്ല, എന്നാലും മിക്കതും ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതിന് ആദ്യമായിട്ടൊരു ക്ലീൻ ചെയ്തിട്ട് ഒരു ബോട്ടിൽ എടുക്കുക നമ്മൾ. എന്നിട്ട് അതിനൊരു ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ടിഷ്യൂ പേപ്പർ നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് താഴത്തെ ഭാഗത്ത് മാത്രം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. താഴെയും നെക്കിൻ്റെ പോർഷനിലും മാത്രമാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അത് ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും ഗം യൂസ് ചെയ്തിട്ട് ഒട്ടിക്കാം, അല്ലെങ്കിൽ വെറുതെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താലും അത് ഒട്ടിക്കോളും. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ഒരു ഫെവിക്കോളോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഗം വെച്ചൊന്ന് ലെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഒട്ടി നിന്നോളും. ഒരുപാട് ഗമ്മിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിപ്പം താഴെ ഭാഗത്ത് മാത്രമാണ് ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ബോട്ടിലും ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പിന്നെ ഓരോരോ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഓൾട്ടർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണ് പെർഫെക്റ്റ് എന്ന് തോന്നുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാം. അപ്പം ഞാനിപ്പം താഴത്തും മുകളിലുമായിട്ട് കുറച്ച് പോർഷൻ മാത്രമേ ഞാൻ ടിഷ്യൂ വെച്ചിട്ട് കവർ ചെയ്യുന്നുള്ളൂ. എനിക്ക് അത്രേ ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം താഴെ ഭാഗം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുകളിലും ഇതേപോലെ ഒരു പീസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ടിഷ്യൂ പേപ്പർ സ്റ്റിക്കിങ് പരിപാടീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് പിസ്ത ഷെൽസാണ്. അപ്പോൾ അതൊരുവിധം എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുന്നൊരു സാധനമാണ്. പിന്നെ നല്ലൊരു വേസ്റ്റ് പീസാണത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും മാക്സിമം എല്ലാവരും കളക്ട് ചെയ്ത് എപ്പോഴും വെക്കുക കേട്ടോ. അതിനുശേഷം നമുക്കിത് ടിഷ്യൂയുടെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ മാക്സിമം ഞാൻ എന്തുകൊണ്ടാണ് ടിഷ്യൂ ഒട്ടിച്ചതെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ബോട്ടിൽ ഒട്ടിക്കാൻ ഇത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗ്ലൂ ഗണ്ണിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവും ഇത് ഒട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതേപോലെ ടിഷ്യൂസ് ഒട്ടിച്ചിട്ടാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ടിഷ്യൂ ആദ്യം തന്നെ ഒട്ടിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഡയറക്റ്റ് ബോട്ടിൽ ഒട്ടിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുക. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ലോണം സ്റ്റിക്ക് ചെയ്യുന്ന ഉറപ്പുള്ള ഏതെങ്കിലും ഗമ്മ് വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ ഇത് ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എല്ലാ ഷെൽസും ഒരേ സൈസ് ആയിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഓരോ ഷെല്ലും നമുക്ക് ഒട്ടിക്കാൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഓരോന്നിനും ഷേപ്പിലും സൈസിലും വ്യത്യാസം ഉണ്ടാകും. ചിലത് നന്നായിട്ട് അഡാപ്റ്റ് ആയിട്ട് നിൽക്കും, ചിലത് അങ്ങനെ നിൽക്കില്ല. അപ്പം അങ്ങനെ നിൽക്കാത്തതിനെ കഴിയുന്നത് ഒഴിവാക്കുക, ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ വെച്ച് നോക്കുക ആദ്യം. എന്നിട്ട് നന്നായിട്ട് അഡാപ്റ്റായി നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം അതിനെ ചൂസ് ചെയ്യുക. അല്ലാത്ത പക്ഷം അതിനെ കളയുക, അല്ലെങ്കിൽ അതിനെ മാറ്റി വെക്കുക, വേറെ എന്തെങ്കിലും രീതിയിൽ അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതെനിക്ക് 2-3 വട്ടം 2 സ്റ്റിക്ക് ചെയ്തതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകം പറയുന്നത്. അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം ഞാനിപ്പം മേലെയും താഴെയായിട്ട് കംപ്ലീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബ്ലാക്ക് കളറാണ്. ഞാനിപ്പം ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ഞാനിപ്പം കംപ്ലീറ്റ് ബോട്ടിലിൽ ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ പിസ്തയുടെ ഗ്യാപ്പൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ വിട്ടുപോകരുത്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ചെറിയ ചെറിയ ഗ്യാപ്പിലുണ്ടാവും ഈ വൈറ്റ് കളർ ടിഷ്യൂ ഇങ്ങനെ എടുത്ത് നിൽക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് നല്ല നീറ്റായിട്ട് 2 കോട്ടായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം നമുക്ക്.
അങ്ങനെ കംപ്ലീറ്റ് ബോട്ടിലിൽ നമ്മൾ ബ്ലാക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആവാൻ വെക്കുക. സൺലൈറ്റിലോ അല്ലെങ്കിൽ ഹെയർ ഡ്രയറോ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഉണക്കുക. അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി. റെയിനി സീസൺ ആകുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്കൊരു മെറ്റാലിക് കളർ എടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് കൈയുടെ ബാക്ക് സൈഡിലോ അല്ലെങ്കിൽ പാലറ്റിലോ ആക്കി കൊടുത്തതിന് ശേഷം ഒന്ന് പെട്ടെന്നൊന്ന് റൺ ചെയ്ത് കൊടുക്കാം. അപ്പം അത് കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തും ഒന്ന് നമുക്കത് ചെയ്ത് കൊടുക്കാം. ഞാൻ ആ സെൻറ്റർ പോർഷൻ കുറച്ച് വിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ അവിടെയും കൂടെ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കംപ്ലീറ്റ് ബോട്ടിൽ നമ്മൾ മെറ്റാലിക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ആ സെൻറ്ററിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു വേർഡ് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഹോം എന്നാണ് എഴുതുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എന്നോ അങ്ങനെ എന്ത് വേണമെങ്കിലും എഴുതാം. പിന്നെ കാലിയോഗ്രാഫിക് പ്രിൻറ്റ് വേണമെങ്കിൽ എടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ട്രേസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അതേപോലെയും എഴുതാം. അപ്പം ഞാനിപ്പം ജസ്റ്റ് കൈവച്ചിട്ട് ആ പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ഞാൻ എഴുതി കൊടുക്കുകയാണ്. അപ്പം അത് ഡബിൾ കോട്ടായിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ കാലിയോഗ്രാഫി റൈറ്റിംഗ് ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് ക്യാപ്സിൽ എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഹോം എന്ന് എഴുതുന്നത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ അത് ഫസ്റ്റ് കോട്ട് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം ഞാനിപ്പോൾ സെക്കൻഡ് കോട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ ഹാർട്ട് ഷേപ്പുകൾ നമുക്കൊന്ന് അവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നാൽ ചെറുതായിട്ടൊന്ന് ഭംഗി ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഹാർട്ട് ഷേപ്പ് ഒന്ന് അവിടെ വരച്ചു കൊടുക്കാം. ഓക്കെ, എല്ലാ സൈഡിലും ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവരും എന്തായാലും കമൻറ്റ് ചെയ്യുക. എന്താണോ നിങ്ങൾക്കുള്ള റിവ്യൂ അത് നിങ്ങൾക്ക് അവിടെ കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴത്തെ റെഡ് ബട്ടൺ അമർത്തിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.